ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഞ്ജിത്തിനെ ഹാജരാക്കും. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിലെത്തുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ലൈംഗികാതിക്രമ കേസിൽ ഇപ്പോൾ 3 ദിവസമായി രഞ്ജിത്ത് സബ് ജയിലിൽ തുടരുന്നു. രഞ്ജിത്തിന് നേരെ നിർണായകമാണ്. രാവിലെ 11 മണിയോടുകൂടി തന്നെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഇന്ന് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. ഏറ്റവും ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. രഞ്ജിത്തിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പ്രത്യേകിച്ച് ഈ കാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം തന്നെ ഈ സംഭവം, ഈ പെൺകുട്ടിയുടെ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യണം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് 3 ദിവസം വേണമെന്ന് ആവശ്യപ്പെടും. എത്ര ദിവസം ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. രഞ്ജിത്തിനെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് കോടതിയിലേക്ക് എത്തും. ഒപ്പം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയുണ്ട്. താൻ ഈ കേസിൽ നിരപരാധിയാണ്, ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയിലെ പ്രധാന വാദം. ജാമ്യ ഹർജിയിലേക്ക് വിശദമായ വാദത്തിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയില്ല. കാരണം കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് തീർപ്പാകും. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അത് പൂർത്തിയായ ശേഷമായിരിക്കും ജാമ്യ ഹർജിയിൽ സാധാരണ നടപടി സ്വീകരിക്കുക. അതുകൊണ്ട് ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും ജാമ്യ ഹർജിയിൽ വിശദമായ വാദത്തിലേക്ക് പോകുക. ഇന്ന് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ നാളെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. സമാന്തരമായി തന്നെ ഇതിന്റെ സാഹചര്യ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ലൈംഗികാതിക്രമം, അതോടൊപ്പം തടഞ്ഞുവെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. രഞ്ജിത്ത് ഇപ്പോൾ എറണാകുളം സബ് ജയിലിൽ തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി എറണാകുളത്തെ കോടതിയിലേക്ക് രഞ്ജിത്തിനെ എത്തിക്കും. അനിലും വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.